മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തെയും രാഷ്ട്രീയ കേന്ദ്രങ്ങളെയും ഒരുപോലെ ഉലച്ചുകൊണ്ട് മാസപ്പടി വിവാദത്തിൽ അതീവ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടാകുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ വെച്ച് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ 8 മണിക്കൂറിലധികം ചോദ്യം ചെയ്തപ്പോൾ ED ഉദ്യോഗസ്ഥർ പ്രധാനമായും ലക്ഷ്യമിട്ടത് വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചായിരുന്നു. എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ കൃത്യമായ മറുപടികൾ നൽകാൻ കഴിയാതെ വീണ പതറി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടുകളെ കേന്ദ്രീകരിച്ച് അതീവ ദുരൂഹമായ ചില വിവരങ്ങളും പുറത്തുവരുന്നത്. വീണ വിജയന്റെ പേരിൽ അബുദാബിയിലെ ബാങ്കുകളിൽ ഉണ്ടായിരുന്ന അക്കൗണ്ടുകൾ നേരത്തെ തന്നെ ക്ലോസ് ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനേക്കാൾ ഞെട്ടിക്കുന്നത് ഈ ബാങ്കുകളിലെ ഇടപാട് വിവരങ്ങൾ അഥവാ ട്രാൻസാക്ഷൻ ഡാറ്റ നിലവിൽ ബാങ്കിംഗ് സിസ്റ്റത്തിൽ നിന്നും പൂർണ്ണമായി മായ്ക്കപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ്. വിദേശത്തുള്ള ബാങ്ക് അക്കൗണ്ടുകളിലെ വിവരങ്ങൾ ഇത്തരത്തിൽ ഇല്ലാതാക്കുന്നത് ED അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന സംശയം കേന്ദ്ര ഏജൻസികൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഡിജിറ്റൽ യുഗത്തിൽ ബാങ്ക് രേഖകൾ അത്ര പെട്ടെന്ന് ഒളിപ്പിക്കാൻ കഴിയില്ല എന്നതും വിവരങ്ങൾ നൽകാതിരിക്കുന്നതും ഒളിച്ചു വെക്കുന്നതുമൊക്കെ കോടതിക്ക് മുന്നിൽ പ്രതികൾക്ക് കൂടുതൽ കടുത്ത തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അബുദാബി ബാങ്കിലെ ഡാറ്റ ഡിലീറ്റ് ചെയ്തുകൊണ്ട് മാത്രം കേന്ദ്ര ഏജൻസികളുടെ കണ്ണുവെട്ടിക്കാൻ കഴിയില്ലെന്ന് EDയും വ്യക്തമാക്കുന്നു. ഇവിടെയാണ് വീണ വിജയനെ കാത്തിരിക്കുന്ന കടുത്ത നിയമകുരുക്കിൻ്റെ വ്യാപ്തി വ്യക്തമാകുന്നത്. ഇന്ത്യയിലെ കടുത്ത സാമ്പത്തിക നിയമമായ ഫെമ അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ കടുത്ത ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. റിസർവ് ബാങ്കിൻ്റെ കർശനമായ മുൻകൂർ അനുമതിയോ മാർഗനിർദ്ദേശങ്ങളോ പാലിക്കാതെ ഒരു ഇന്ത്യൻ പൗരന് വിദേശത്തുള്ള അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് വൻതോതിൽ പണം സ്വീകരിക്കാൻ കഴിയില്ല. വീണയുടെ അക്കൗണ്ടുകളിലേക്ക് വിദേശത്തു നിന്നും എത്തിയ നിക്ഷേപങ്ങൾ ഈ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ മാസപ്പടി കേസിന് പുറമെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമവും ഫെമ നിയമവും ചേർത്തുള്ള അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലേക്കാണ് അന്വേഷണം വിരൽ ചൂണ്ടുന്നത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വിദേശ നിക്ഷേപങ്ങളിലേക്കും അന്താരാഷ്ട്ര ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നീളുന്നതോടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും മുമ്പെങ്ങുമില്ലാത്ത വിധം കടുത്ത നിയമപ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്. അബുദാബി ബാങ്കിലെ ഡാറ്റ മായ്ച്ചു കളഞ്ഞതിന് പിന്നിൽ പ്രവർത്തിച്ച അദൃശ്യ ശക്തികൾ ആരാണെന്ന ചോദ്യം അത് കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും. വീണ വിജയനെ ED വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങുമ്പോൾ പുറത്തു വരാനിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ പിണറായി കുടുംബത്തിൻ്റെ ഭാവി തന്നെ എങ്ങോട്ട് തിരിയുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. സാമ്പത്തിക കുരുക്കുകൾ മുറുകുമ്പോൾ ഈ കൊടുങ്കാറ്റിനെ അവർ എങ്ങനെ നേരിടുമെന്നാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.